ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന അക്ഷരം. നിശ്ചയിൽ പറയൂ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നുകൂടി പറയാവോ? ഒന്നുകൂടെ പറയോ? ഇനി എന്നാ ചെയ്യും കർത്താവേ? പാലപ്പം അല്ല, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇല്ലേ, അതിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു അക്ഷരം. ഇതൊക്കെ ഒരു ഭയങ്കര ബുദ്ധി വേണ്ടാത്ത ചോദ്യങ്ങളാണ്. ബിരിയാണി പോലും ദഹിച്ചു പോയി. വയ്യ ഞാൻ ചോദിച്ചാ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അനുമോൾ പറയൂ. ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. ഒരു ഫിഷ് ടാങ്കിലെ ഒരു മീൻ ചത്തപ്പോ ആ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി. എങ്ങനെ? ഞാൻ പറയാം. പറയൂ. വേറെ മീനുകളുടെ കണ്ണ് നീരുകൊണ്ട്. അത്തായത് നിന്റെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം. അനീഷ് നിൽക്കാ, പിന്നെ ഒരു ചാൻസ് തരാം. സാബു അങ്ങനെ ചോദിച്ചാ മനെ ഇവിടെ എന്നെ നോക്ക്. അല്ല ലാലേട്ടാ, ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ആണാ, ഇത് എന്നത്തേക്ക് എണീക്കും? ശരി, അവിടെ അങ്ങനെ തടവിക്കൊണ്ട് നിൽക്ക്. ബാ, ഇരിക്കേ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാർ. ഇരവികുളം നാഷണൽ പാർക്കാണ്, പക്ഷെ അത് ഇടുക്കി. കണ്ടോ, അനീഷാണ് വളരെ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയുന്ന കാര്യം. ബാക്കി കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലേന്ന് എടുത്ത് ദൂരെ കളഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും ഇത് പറയാൻ പറ്റും. 3 ഹൃദയം, ഹാർട്ടുള്ള ഒരു ജീവി ഏതാണ്? ഡോക്ടർ എണീക്കൂ. ഡോക്ടർ അല്ലേ? ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് ഇട്ടിച്ചായി പോയല്ലോ. ഒരു ഹൃദയമുള്ള ആരാണ്? ഒരു ഹൃദയം മസിൽ വന്നപ്പോ പൊക്കാതെ. അത് കൊള്ളാം, ഡോക്ടറാണ്. ഞാൻ ഒരു ഹൃദയമുള്ള ഒരാളുടെ പേര്. നമുക്കൊക്കെ എത്ര ഉണ്ട്? നമുക്കൊരു ഹൃദയമുള്ളൂ. 3 ഹൃദയമുള്ള ഒരു ജീവിയെ പറ്റി പറയൂ. അറിയില്ല. രക്ഷപ്പെട്ടു. ശരി, 2 എണ്ണം ഉള്ളത് പറയാം. തിമിംഗലം മീൻസ് വെയിൽ, ബ്ലൂ. അല്ല, കാര്യം അറിയാം, ഒരു വലിയ സൈസ് ആയതുകൊണ്ട് 2 എണ്ണം ഇരുന്നോട്ടെന്ന്. ഇത് ഇവിടുന്നാണ് പഠിച്ചു ഇറങ്ങിയ തിമിംഗലം. നൂറ, എനിക്ക് 3 ഹൃദയമുള്ള. നിങ്ങൾ 2 ഹൃദയത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ അവിടെ? പറയോ, ചുമ്മാ എന്നെ കൊണ്ട് വെറുതെ. അവിടുത്തെ കൈ കാണിക്കും. നീരാളി. യെസ്, കറക്റ്റ്. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.